ഒരുപാട് അവാർഡ് സിനിമകൾ കണ്ടിട്ട് അതിന്റെ പാറ്റേൺ അതേപോലെ കോപ്പി അടിച്ച് ഒരു അവാർഡ് പടം ഉണ്ടാക്കണം, അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു പടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു സിനിമ ഇത് എങ്ങനെ ഉണ്ടാകും? പറഞ്ഞു വരുന്നത് ഈ വർഷത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയ ഹോം ബൗണ്ട് എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഭയങ്കര കോമഡിയാണ് ഈ പടം. നീരജ് ഗെയ്വാനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മാസാൻ അങ്ങനെ ഒരു പടം അയാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം കൊള്ളാവുന്നൊരു പടമാണ്. പക്ഷെ ഈ പടം അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഈ ഓസ്കാറിന് വേണ്ടിയിട്ട് അയക്കുന്ന പല പടങ്ങളും വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. അപ്പോൾ ഈ ഗധ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏതൊരു ഗ്രാമത്തിൽ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഒരാൾ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ, മറ്റൊരാൾ മുസ്ലിമുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഓസ്കാർ കിട്ടാൻ അവാർഡ് കിട്ടാനുള്ള എല്ലാ രണ്ടുമായി, ന്യൂനപക്ഷമായി ദളിതുമായി. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ, ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ഈ തൊഴിലില്ലായ്മ, പിന്നെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അറിയാമല്ലോ, ബോളിവുഡിന് പിന്നെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്താനൊന്നും പറ്റില്ല. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പോയി കഴിഞ്ഞാൽ പടം മൊത്തം സെൻസർ ചെയ്ത് 1.5 മണിക്കൂറിലെ ടീസർ പോലത്തെ ഒരു സാധനം തിയേറ്ററിൽ കാണിക്കേണ്ടി വരും. ഈ സിനിമയെ സംബന്ധിച്ച് ടീസർ കണ്ടാലും മതി, വലിയ കാണാനും മാത്രം ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിനിമയുടെ കഥയെ കുറിച്ചിട്ടാണ്. അപ്പോൾ വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ രണ്ട് ചെറുപ്പക്കാർ എക്സാം എഴുതാൻ പോകുന്നൊരു സീനുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എക്സാം സെന്ററിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഈ ട്രെയിനെല്ലാം കയറി ഏതെങ്കിലും ഒരു നാട്ടിലൊക്കെ ആയിരിക്കും ഈ എക്സാം ഒക്കെ ഉണ്ടാവുക. ഈ പ്രത്യേകിച്ച് ബാങ്ക് എക്സാമും ഈ മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ജോബിന്റെ എക്സാം ഒക്കെ ഏതെങ്കിലും മൂലയിലാണല്ലോ തരുന്നത്, അടുത്തൊന്നും കിട്ടരുമൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സിനേറിയോ ആണ് ഈ പടത്തിന്റെ സിനേറിയോയിലാണ് ഈ പടത്തിന്റെ കഥ നടക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ ഡെപ്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, വല്ലാണ്ട്, അതായത് ഇതിന്റെ കോർ റീസണിലേക്കൊന്നും ഈ സിനിമ കടന്നു പോകുന്നില്ല. ഇന്ത്യയിലെ ദളിതുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പൊളിറ്റിക്കൽ റീസണും ഒരു ഹിസ്റ്റോറിക്കൽ റീസണും ഉണ്ട്. അതിന്റെ ഡെപ്തിലേക്ക് പോവാതെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആരെയും കൊള്ളിക്കാത്ത രീതിയിലാണ് ഈ പടത്തിന്റെ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിനെക്കാളും ഭേദം പറയാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഇനി ഈ സിനിമയിലെ നാഭികയെ കുറിച്ച് പറഞ്ഞാൽ, ജാൻവി കപൂർ ആണ് ഈ പടത്തിലെ നായിക എന്ന് പറയുന്നത്. ആ റോള് ആക്ച്വലി നമ്മളെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്താലും ഓക്കെയാണ്. കാരണം അത്രയ്ക്ക് വേസ്റ്റ് ആയിട്ടുള്ള റോളാണ്. അങ്ങനെ ഒരു കഥാപാത്രം ഇല്ലെങ്കിലും ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ അവര് കരഞ്ഞു മെഴുകിയിട്ടുണ്ട് പല സ്ഥലത്തും. ചിലപ്പോൾ അഭിനയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. പിന്നെ അവരുടെ കാര്യം അറിയാമല്ലോ, ഒരു നെപ്പോ കിഡ് ആയതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. പ്രത്യേകിച്ച് അഭിനയം ഒരു തേങ്ങയുമില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. പിന്നെ ആ രണ്ട് ചെറുപ്പക്കാർ അത്യാവശ്യം വെറുപ്പിക്കാണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഷോയബായിട്ട് അഭിനയിച്ച ചങ്ങായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഷോയബ് ആൻഡ് ചന്ദൻ, ഇതാണ് രണ്ട് കഥാപാത്രങ്ങൾ. പിന്നെ ഈ സിനിമയിൽ ഈ കൊറോണ വന്ന ആദ്യത്തെ ആ സമയത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതും വലിയ ഡെപ്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതുപോലെ നമുക്ക് തോന്നും പല സ്ഥലത്തും. അപ്പോൾ എന്തിനോ വേണ്ടി പടച്ചു വിട്ടിട്ടുള്ള ഒരു സിനിമയാണിത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ പലപ്പോഴും വളരെ റോങ് ആയിട്ടുള്ള സിനിമകളാണ് ഈ ഓസ്കാറിനൊക്കെ അയക്കാറുള്ളത്. അത്യാവശ്യം ഒരു മൂളയുള്ള ഒരാൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ എല്ലാത്തരം പടങ്ങൾ, അതായത് ഇന്റർനാഷണലിൽ ഇറങ്ങുന്ന ഒരുവിധം പടങ്ങളെല്ലാം നമ്മൾ കാണുന്നത് കൊണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അതിനു വേണ്ടി ഉണ്ടാക്കിയൊരു പടമൊന്നും അല്ലാന്ന്. വെറുതെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയൊരു പടം. 2 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ 2 മണിക്കൂർ നിങ്ങൾക്ക് വേസ്റ്റ് ആക്കാനുണ്ടെങ്കിൽ ഈ പടം ധൈര്യമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഒരു രസവും ഇല്ലാത്തൊരു പടം. പിന്നെ അതിന്റെ കളർ ടോണ്, എഡിറ്റിങ്, ടെക്നിക്കൽ സൈഡെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, അതിലൊരു പ്രത്യേകത തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രസവും ഇല്ലാത്തൊരു പടം. സോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. വേസ്റ്റഡ്.